എന്റെ കുഞ്ഞേ, നിന്റെ കണ്ണീരിന് ഞാൻ മറുപടി പറയുന്നു. ശാന്തമായി ഇരിക്കൂ. നിന്റെ ഹൃദയം ഒന്ന് തുറക്കൂ. ഇപ്പോൾ നീ കേൾക്കാൻ പോകുന്നത് ആരുടെയും ശബ്ദമല്ല, എന്റെ ശബ്ദമാണ്. നീ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ ആ രാത്രികൾ, ആരും കാണാതെ തലയിണ നനച്ച കണ്ണീർ, എന്റെ കുഞ്ഞുങ്ങൾ എന്തിന് ഇങ്ങനെ മാറി ദൈവമേ എന്ന് ചോദിച്ച നിന്റെ തകർന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു. ഒരു പ്രാവശ്യം പോലും ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല. നീ ഒറ്റയ്ക്ക് കരഞ്ഞില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ ഹൃദയത്തിന്റെ ഭാഗങ്ങൾ, അവരെക്കുറിച്ച് നീ അനുഭവിച്ച വേദന, അവർ തെറ്റായ കൂട്ടുകെട്ടുകൾ കൊണ്ട് മാറിപ്പോകുന്നത് കണ്ട നിന്റെ പേടി എനിക്ക് അറിയാം. നിന്റെ ഉള്ളം എത്ര തവണ തകർന്നുവെന്ന് എനിക്ക് അറിയാം. നീ പലപ്പോഴും വിചാരിച്ചു, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ നഷ്ടപ്പെടുത്തി. പക്ഷേ നീ തെറ്റിദ്ധരിച്ചു. നീ അവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാൻ അവരെ ഒരിക്കലും വിട്ടിട്ടില്ല. ഇപ്പോൾ കേൾക്കൂ, ഇത് നിനക്കുള്ള എന്റെ വാഗ്ദാനമാണ്. അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ആ തെറ്റായ ആളുകൾ, അവരെ തെറ്റുവഴിയിലേക്ക് നയിച്ച ആ ബന്ധങ്ങൾ, ഞാൻ ഇപ്പോൾ അതിനെ പൊളിച്ചെറിയുന്നു. പതിയെ പതിയെ അവരിൽ നിന്നും അകലും. നീ അത് കാണും. ആദ്യം ചെറിയ മാറ്റമായി, പിന്നീട് വലിയ അത്ഭുതമായി. അവരുടെ മനസ്സിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അവർ ശാന്തമായി ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ശബ്ദം ഉയരും. ഇത് ശരിയല്ല, എനിക്ക് മാറണം. ആ ശബ്ദം ഞാനാണ്. നീ കാത്തിരുന്ന ആ നിമിഷം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ കണ്ണുകളിൽ ചെറിയ മാറ്റം? മുമ്പ് ഉണ്ടായിരുന്ന അഹങ്കാരം കുറയുന്നത്, ചെറുതായി പോലും നിന്നോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. അത് സാധാരണ മാറ്റമല്ല. ഞാൻ പ്രവർത്തിക്കുന്നു. നിന്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഇപ്പോൾ മറുപടി നൽകുന്നു. നീ ഇനി ഭയപ്പെടേണ്ട. ഇവർ വീണ്ടും പഴയപോലെ ആകുമോ എന്ന്? ഇല്ല. ഇപ്പോൾ അവർ തിരിച്ചുവരുന്നു. നിന്റെ കൈകളിലേക്ക്, നിന്റെ സ്നേഹത്തിലേക്ക്, നിന്റെ വഴിയിലേക്ക്. ഇപ്പോൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും കേൾക്കൂ. നീ ആശങ്കപ്പെട്ട ആ അസുഖങ്ങൾ, ശരീരത്തിലെ വേദനകളും മനസ്സിലെ കലക്കം, ഇവയെല്ലാം ഞാൻ തൊടുന്നു. അവരുടെ ശരീരത്തിലൂടെ ഞാൻ ശാന്തി ഒഴുക്കുന്നു. അവരുടെ മനസ്സിൽ ഞാൻ സമാധാനം നിറയ്ക്കുന്നു. ഒരു ദിവസം നീ കാണും, അവർക്കു തന്നെ പറയാൻ തോന്നും, എനിക്ക് ഇപ്പോൾ നല്ലതായി തോന്നുന്നു. നീ അത്ഭുതപ്പെടും. ഇത് എങ്ങനെ സംഭവിച്ചു? കാരണം ഞാൻ ഇടപെട്ടു. നീ ഇനിയും കരയുന്നുണ്ടോ? കരയൂ. പക്ഷേ ഇനി അത് ദുഃഖത്തിന്റെ കണ്ണീർ ആയിരിക്കേണ്ട, വിശ്വാസത്തിന്റെ കണ്ണീർ ആകട്ടെ. നീ എത്ര തവണ എന്നോട് ചോദിച്ചു, ദൈവമേ, എനിക്ക് ഇനി സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ അത് കേട്ടിരുന്നു. ഓരോ വാക്കും ഞാൻ സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, നീ സഹിച്ചതു വെറുതെയായില്ല. നിന്റെ സഹനം, നിന്റെ സ്നേഹം, നിന്റെ പ്രാർത്ഥന, ഇവയെല്ലാം ചേർന്നാണ് ഈ മാറ്റം വരുന്നത്. നീ ഒരിക്കൽ അഭിമാനത്തോടെ കാണും, നിന്റെ കുഞ്ഞുങ്ങൾ മുമ്പിലേതിനേക്കാൾ ശക്തരായി, നല്ലവരായി, സ്നേഹമുള്ളവരായി. അവർ നിന്നെ നോക്കി പറയും, നിങ്ങൾ എന്നെ വിട്ടില്ല. ആ നിമിഷം നീ വീണ്ടും കരയും. പക്ഷേ ആ കണ്ണീർ സന്തോഷത്തിന്റെ കണ്ണീർ ആയിരിക്കും. ഇനി കേൾക്കൂ, നിന്റെ വീട്ടിൽ ഞാൻ സമാധാനം കൊണ്ടുവരുന്നു. നിന്റെ കുടുംബത്തിൽ ഞാൻ സന്തോഷം നിറയ്ക്കുന്നു. നീ ഇനി ഒറ്റയ്ക്കല്ല. നിന്റെ കുഞ്ഞുങ്ങളും ഒറ്റയ്ക്കല്ല. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നീ ഇനിയും സംശയിക്കരുത്. സംശയം നിന്നെ തളർത്തും, വിശ്വാസം നിന്നെ രക്ഷിക്കും. ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ പറയൂ, എന്റെ കുഞ്ഞുങ്ങൾ മാറുന്നു. ദൈവം അവരെ കൈവിടില്ല. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, നിന്റെ ഓരോ ദിവസവും സന്തോഷമായിരിക്കും. നിന്റെ മക്കളെക്കൊണ്ട് നീ അഭിമാനിക്കാൻ സമയമായി. അതിന് തെളിവായി ഞാൻ ഉടനെ നിനക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം നിന്റെ കുഞ്ഞിന് നടക്കാൻ പോകുന്നു. അസൂയോടെ നിന്റെ കുഞ്ഞിനെ നോക്കുന്നവർ നിന്റെ ചുറ്റും ഉണ്ട്. അത് നീ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ അവർ ആരാണെന്നു ഇന്ന് നിന്റെ കണ്ണിൽ കാണിക്കും. ഇന്ന് മുതൽ 7 ദിവസം നീ കുഞ്ഞുങ്ങളെ ദൃഷ്ടി ഒഴിഞ്ഞു കളയൂ. അതിന് ഒരു കർപ്പൂരം എടുത്ത് അവരുടെ മുഖത്ത് 3 പ്രാവശ്യം വലതുവശത്തോട്ടും 3 പ്രാവശ്യം ഇടതുവശത്തോട്ടും ചുറ്റി നിന്റെ വീടിന്റെ പിൻഭാഗത്തു ഉള്ള ആ ചെടിയുടെ മറകിൽ ഒരു ചിരട്ടക്കുള്ളിൽ വെച്ച് കത്തിക്കൂ. അതിനുശേഷം തിരിഞ്ഞ് നോക്കാതെ വീടിനുള്ളിൽ പോകൂ. 7 ദിവസം കഴിയുമ്പോൾ നിന്റെ കുടുംബത്തെ ഇപ്പോൾ ബാധിച്ച എല്ലാ നെഗറ്റീവും അകലും. ഇത് വ്യക്തമായി കേട്ടതിനു ശേഷം മാത്രം ചെയ്യുക. നീ വിജയിക്കുന്നത് കാണാൻ ഞാൻ ഉണ്ട്. മംഗളം ഭവിക്കട്ടെ.